ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിൽ ജ്വല്ലറിയിൽ പൂജ നടത്തിയ കാര്യത്തിലടക്കം മൊഴി നൽകിയെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. 2025-ൽ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് മഹേഷ് മോഹനരിൽ നിന്നും SIT മൊഴിയെടുത്തത്. ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ദ്വാരപാലക പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയിരുന്ന മഹേഷ് മോഹനന് മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് വിവരം. വാതിലും കട്ടിളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി കൂടി തേടിയിരുന്നു. എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നും മഹേഷ് മോഹനരുടെ മൊഴിയിലുണ്ട്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും മഹേഷ് മോഹനരുടെ വിശദീകരണം നൽകിയിട്ടുണ്ട്. പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട്, അങ്ങനെ പോയതാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SITയുടെ മൊഴിയെടുപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഈ ഘട്ടത്തിലെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ബുധനാഴ്ച SIT കോടതിയിൽ സമർപ്പിക്കുക. SIR സമയപരിധി നീട്ടി, ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം നൽകി. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന് പുറത്തുവിടും. അന്തിമ വോട്ടർ പട്ടിക 2020 ഫെബ്രുവരി 14-നാണ് പുറത്തുവിടുക. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരിച്ചു കിട്ടിയത് 85% മാത്രമായിരുന്നു. 15% കിട്ടിയില്ല. 5 ദിവസത്തിനകം ബാക്കി ഫോം തിരിച്ചു വാങ്ങുന്നതും ഡിജിറ്റൈസ് ചെയ്യുന്നതും അപ്രായോഗികമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. അർഹരായ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചവർ സമയം നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ചു. 99.5% ഫോമും വിതരണം ചെയ്തെന്നും ബാക്കിയുള്ളവയുടെ വിതരണം ഉടൻ പൂർത്തിയാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മറുപടി നൽകി. ബാക്കിയുള്ളവയും പൂരിപ്പിച്ചുടൻ തിരികെ കിട്ടും. ശനിയാഴ്ച വരെ ഡിജിറ്റൈസ് ചെയ്തത് 75.35%. ഡിജിറ്റൈസ് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ കമ്മീഷൻ സഹായിക്കുമെന്നും ഫോം നൽകാൻ നാളെ വരെ കാത്തിരിക്കരുതെന്നും CEO പറഞ്ഞു.